ഉമ്മ പിന്നെ സ്കൂളില് പരീക്ഷ വരുന്നത് അപ്പൊ അതിന് ഫീസ് കൊണ്ടാൻ പറയുന്നു ടീച്ചർ. എത്ര റുപ്യാണ്? 150. എന്തായാലും ഇപ്പൊ വരട്ടെ, ഇപ്പൊ വന്നിട്ടേ ഞാൻ വാങ്ങി തരണ്ട്. ആയിക്കൂടെ നിങ്ങളൊരു 100 കൂടിയും കൂടുതൽ വാങ്ങോ? എന്തിനാ 100 ആയിക്കൂടെ കൂടുതല്? അതിന്റെ ഫ്രണ്ട്സ് എല്ലാരും നാളെ ഹോട്ടലിൽ കേറിയിട്ട് ഭക്ഷണം കഴിക്കണ്ട് പറഞ്ഞു. അപ്പൊ ഇക്കും പോവാനാണ് ഓലെ കൂടെ. ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിട്ട് പൈസ വെച്ച്. അതെനിക്ക് പിന്നെ വാങ്ങാം. ഇപ്പാന്റെക്കന്നെ ഫീസ് അടക്കാനുള്ള പൈസ വാങ്ങിക്കോ. പിന്നിട്ടല്ലേ ഭക്ഷണം കഴിക്കലും ഹോട്ടലിൽ കയറലൊക്കെ. ഇപ്പാന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഉണ്ടാവൂല. ഉള്ളത് ഞാൻ വാങ്ങിത്തരാം. ഇങ്ങനെ ഒന്നിനും സമ്മതിക്കൂല. ഞാൻ ഓലെ പിന്നാലെ പോയില്ലെങ്കിൽ അതിന്റെ കുറച്ചില് നിക്കാണ്. എന്റെ അടുത്ത് പൈസ ഇല്ലായിട്ടാണെന്നൊക്കെ ഓല് വിചാരിക്കും. എനിക്ക് എന്തായാലും നിങ്ങൾ ഉപ്പാന്റെക്കന്ന് പൈസ വാങ്ങി തരും. ഇനിയിപ്പൊ അതിന് തെറ്റണ്ട, ഞാൻ ഇപ്പാനോട് പറയാം. പെണ്ണിനി പെരന്റെ ഉള്ളത്തെ ഒരു കാര്യം അറിയണ്ട. ഓളെന്താ പറഞ്ഞിട്ട് അത് നടക്കണം. ഇതിലും പറയാൻ പോയാലോ പിന്നെ വാപ്പ എന്റെ നേരത്തിലാണ്. പറ എന്തിയെ? അതെ, സ്കൂളില് നാളെ പേരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. നിങ്ങള് വരുണ്ടോ? മീറ്റിങ്ങോ? ഇക്ക് നാളെ വരാൻ കൂടൂല. ഇവിടെ അല്ലെങ്കിൽ തന്നെ ഒരുപാട് പണികളുണ്ട്. ഇപ്പ വന്നോളും. പിന്നെ ഇപ്പൊ ചോറുണ്ണാൻ വരുമല്ലോ നാളെ ഉച്ചക്ക്. അപ്പൊ ഒന്നാണ്ട് വന്നുകാണ്ട് പോന്നോളും. ഇപ്പ വരണ്ട. അതെന്താ ഇപ്പ വരണ്ടാന്ന് പറയുന്നത്? ഇപ്പൊ ഗൾഫിലാണെന്നാ ഞാന് എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിക്കണത്. അങ്ങനെയാണെങ്കി ഇപ്പൊ ഗൾഫിൽ നിന്ന് എന്നാണെന്ന് പറഞ്ഞാളാ. അത് പറയാൻ പറ്റൂല. എന്താ പറഞ്ഞാല്? ഇപ്പാനെ റിഷാനയുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു ദിവസം ഞങ്ങൾ കണ്ടിരുന്നു. ഞാൻ ഓളെ വീട്ടിൽ പോയപ്പോ. അപ്പൊ ഇപ്പൊ ഓരോരുത്തർ തോട്ടം ചെത്തിയായിരുന്നു. ഇപ്പൊ എന്നെ വിളിച്ചു, മോളേന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാന് എന്തേന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ച് അനക്കറിയോ ഇവരെന്ന് വെച്ച്. ഞാൻ പറഞ്ഞ് ഞങ്ങളെ പെരേക്ക് പണിക്ക്